ശബരിമലയിലേക്ക് തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. ഇന്ന് ഉച്ചവരെ 45,000-ഓളം പേരാണ് സന്നിധാനത്തെത്തിയത്. മകരവിളക്ക് തീർത്ഥാടന കാലത്ത് നട തുറന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ തിരക്കാണ് ഇന്നലെ അനുഭവപ്പെട്ടത്. 1,75,000 തീർത്ഥാടകരാണ് ഇന്നലെ സന്നിധാനത്തെത്തിയതെന്നാണ് പോലീസിന്റെ കണക്ക്. മകരവിളക്ക് തീർത്ഥാടനകാലം തുടങ്ങി 5 ദിവസം പിന്നിടുമ്പോൾ ശബരിമല സന്നിധാനത്തെത്തിയ തീർത്ഥാടകരുടെ എണ്ണം 5 ലക്ഷത്തോടടുക്കുകയാണ്. ഇന്നലെയാണ് ഏറ്റവും അധികം തീർത്ഥാടകർ സന്നിധാനത്തെത്തിയതായി പോലീസിന്റെ കണക്ക് രേഖപ്പെടുത്തുന്നത്. 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഇന്നലെ സന്നിധാനത്തെത്തിയെന്നാണ് പോലീസിന്റെ കണക്ക്. കഴിഞ്ഞ 2 ദിവസവും സമാനമായ സാഹചര്യമായിരുന്നു. ഇന്നും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മണിക്കൂറിൽ 3000-നും 4,000-നും ഇടയിൽ തീർത്ഥാടകർ പമ്പയിൽ സന്നിധാനത്തേക്ക് എത്തുന്നതാണ് പോലീസിന്റെ കണക്ക്. മിനിറ്റിൽ 60-നും 70-നും ഇടയ്ക്ക് തീർത്ഥാടകർ 18-ാം പടി കയറുന്നുണ്ട്. വരും ദിവസങ്ങളിൽ സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് മകരവിളക്കിനോട് അടുത്ത് ഇനി തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്തിയതിലധികം കുട്ടികളായിരുന്നു. കാരണം ക്രിസ്മസ് അവധി തീരാൻ ഇരിക്കെ കൂടുതൽ കുട്ടികൾ എത്തുമെന്നും ഒരു കണക്കൂടലുണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള തിരക്ക് തന്നെയാണ് കഴിഞ്ഞ ദിവസവും അനുഭവപ്പെട്ടത്. ഇനി വരും ദിവസങ്ങളിൽ ഒരു തിരക്ക് മുന്നിൽ കണ്ട് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും RIF ഉദ്യോഗസ്ഥരെയും ഒക്കെ മേഖലയിലേക്ക് സന്നിധാനത്തേക്ക് എത്തിച്ച് ഈ സംവിധാനങ്ങൾ കൂടെ കൂടി ശക്തമാക്കാനുള്ള ആലോചനയിലാണ് ദേവസ്വം ബോർഡും പോലീസും ഉള്ളത്. എന്നാണെങ്കിലും ഇതുവരെ എവിടെയും വലിയ ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടായിട്ടില്ല. ഈ കടുത്ത തിരക്കുണ്ടെങ്കിലും എന്നുള്ളത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും പോലീസിനെ സംബന്ധിച്ചും ആശ്വാസം നൽകുന്ന കാര്യമാണ്. പമ്പ മുതൽ സന്നിധാനം വരെ എത്താൻ ഒരുപക്ഷെ 6-7 മണിക്കൂർ എടുക്കുമെങ്കിലും സന്നിധാനത്തെത്തിയാൽ എല്ലാവർക്കും സുഗമമായ ദർശനം നടത്താനുള്ള സാഹചര്യമുണ്ട് എന്ന് ഇവിടെ എത്തിയ തീർത്ഥാടകരും പറയുമ്പോൾ ഈ മണ്ഡലവിളക്ക് തീർത്ഥാടന കാലം സുഗമമായി തുടങ്ങിയതിൻ്റെ ഒരു ആശ്വാസം ദേവസ്വം ബോർഡിനും പോലീസിനുമുണ്ട്. സന്നിധാനത്തും CV അനുമോദ്, News 18.